Okay, so the shear stress distribution for a symmetric I section. അതായിരുന്നു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, an I section beam 350 mm into 150 mm has a web thickness of 10 mm and a flange thickness of 20 mm. If the shear force acting on the section is 40 kilonewton, find the maximum shear stress developed in the I section. ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ഓൾസോ ഡ്രോ ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫിഗർ വരയ്ക്കുക. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഐ സെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സിമെട്രിക് ആണ്. സോ ഡ്രോ എ സിമെട്രിക് ഐ സെക്ഷൻ. സോ ആദ്യം തന്നെ ഒരു സിമെട്രിക് ഐ സെക്ഷൻ വരയ്ക്കുക. ദെൻ അതിന്റെ ഡയമെൻഷൻസ് അടയാളപ്പെടുത്തുക. ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, എത്രയൊക്കെയായിരുന്നു? 350 mm ആൻഡ് 150 mm. 150 mm 350 mm ആയിരുന്നു ഐ സെക്ഷന്റെ ഡയമെൻഷൻ. ദെൻ വെബ് തിക്നെസ് തന്നിട്ടുണ്ട് 10 mm. ദാറ്റ് ഈസ് വെബിന്റെ തിക്നെസ് തന്നിട്ടുണ്ട് 10 mm. അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫ്ലാഞ്ചിന്റെ തിക്നെസ് 20 mm എന്ന് തന്നിട്ടുണ്ട്. സോ 20 mm. അതുപോലെ തന്നെ ഈ ഫ്ലാഞ്ച് സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഇതും 20 mm ആയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അതായത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ what we have to do is to calculate the shear stresses at the various points in that section. അതായത് ഏതൊക്കെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, പോയിന്റ് 1. അതായത് ടോപ്പ് ഫ്ലാഞ്ച് ടോപ്പ്, ദെൻ ടോപ്പ് ഫ്ലാഞ്ച് ബോട്ടം, ജംഗ്ഷൻ ബിറ്റ്വീൻ ദി വെബ് ആൻഡ് ദി ടോപ്പ് ഫ്ലാഞ്ച്, ദെൻ ത്രൂ ദ ന്യൂട്രൽ ആക്സിസ്. ഇതൊരു സിമെട്രിക് ഐ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതിലൂടെ കടന്നു പോകും, ഇതിന്റെ സെന്ററിൽ കൂടെ തന്നെ കടന്നു പോകും. സോ ഇത് 4ാമത്തെ പോയിന്റ്, ഇത് 5, 6, 7. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം, ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കുക? ഐ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റിനകത്ത് ഐ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ക്വസ്റ്റിനകത്ത് ഐ തന്നിട്ടില്ല ഇവിടെ, അതുകൊണ്ട് തന്നെ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഐ. ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സിമെട്രിക് ഐ സെക്ഷനകത്ത് ഐ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബി ഡി ക്യൂ ബൈ 12 മൈനസ് 2 ഇൻറ്റു ബി ഡി ക്യൂ ബൈ 12. ഈ ബിയും ഡി എന്ന് പറഞ്ഞാൽ ഈ ബി ഇതായിരിക്കും, ഡി ഇതായിരിക്കും കേട്ടോ. അപ്പൊ 2 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇത്രയും, ഡി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻസർ കിട്ടുന്നത് ഈ ഡയമെൻഷൻ വെച്ച് 188375833.4 എന്ന് കിട്ടും. 188375833.4 mm⁴. ഇതാണ് ഐ കിട്ടുന്നത്. നമുക്ക് അവിടുത്തെ എഫ് തന്നിട്ടുണ്ട്. എഫ് ഈസ് ഗിവൺ ആസ് 40 kN. സോ 40 × 10⁻³ ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. എഫ് തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്. ദെൻ നമുക്കറിയാം ടോ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എല്ലായിടത്തെയും യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു FA_y ഡിവൈഡഡ് ബൈ IB ആണ്. അപ്പോൾ എഫും ഐയും നമുക്ക് ഇവിടുന്ന് കിട്ടും. എഫ് ഐയും അറിയാലോ. ഐ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, എഫ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ്, അത് അവിടെ തന്നിട്ടുണ്ട് 40 kN. സോ 40 × 10⁻³ ദെൻ AY ബാർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഓരോ പോയിന്റ് അനുസരിച്ച് എയും YY മാറും, ബിയും മാറും. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട പോയിന്റ് ഫസ്റ്റ് 1, ഒന്നാമത്തെ പോയിന്റ്, അതായത് ടോ അറ്റ് ടോപ്പ് ഓഫ് ടോപ്പ് ഫ്ലാഞ്ച്, ടോ അറ്റ് ടോപ്പ് ഓഫ് ദി ടോപ്പ് ഫ്ലാഞ്ച്. അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. കാരണം ഒരു സെക്ഷൻ എടുത്താൽ അതിന്റെ ടോപ്പ് ലെയറിലും ബോട്ടം ലെയർ, അതായത് ഔട്ടർ മോസ്റ്റ് ലെയറുകളിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. സോ സെക്കൻഡ് 1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ പോയിന്റ്, അതായത് ടോ അറ്റ് ബോട്ടം ഓഫ് ദി എന്തിന്റെ ബോട്ടമാ? ടോപ്പ് ഫ്ലാഞ്ചിന്റെ ബോട്ടം. ഇത് ടോപ്പ് ഫ്ലാഞ്ച്, ഇത് ബോട്ടം ഫ്ലാഞ്ച്. സോ ടോപ്പ് ഫ്ലാഞ്ചിന്റെ ബോട്ടം ഓഫ് ദി ടോപ്പ് ഫ്ലാഞ്ച്, ടോപ്പ് ഫ്ലാഞ്ചിന്റെ ബോട്ടത്തിൽ ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു FA_y ബാർ ഡിവൈഡഡ് ബൈ IB. Therefore ടോ ഇസ് ഈക്വൽ ടു എഫ് നമുക്ക് തന്നിട്ടുണ്ട് 40 × 10⁻³ A, അതായത് ഈ പോയിന്റ്
ഈ പോയിന്റിന് മുകളിലോട്ട് കിടക്കുന്ന എല്ലാ ഏരിയ എടുക്കുക. അതായത് 2 എന്ന് പറയുന്ന ലെയർ ഏതാ? ഫ്ലാഞ്ചിലെ പോയിന്റാ അല്ലെ? ഈ ഫ്ലാഞ്ചിന്റെ ബോട്ടം പോയിന്റാ. അപ്പൊ ഈ ബോട്ടം പോയിന്റ് ഫ്ലാഞ്ചിൽ എവിടെ വരെ ഉണ്ട് ആ ലെയർ? ഇത്രയും ഉണ്ട് ആ ലെയർ, ഇത്രയും നീളത്തിൽ കിടക്കുകയാണ്. സോ അതിന് മുകളിലോട്ടുള്ള കംപ്ലീറ്റ് ഏരിയ, അതായത് ഈ ഫ്ലാഞ്ചിന്റെ ഏരിയ ആണല്ലോ. സോ ഏരിയ എന്ന് പറയുന്നത് 20 × 150. അപ്പൊ FAI × y ബാർ. y ബാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂട്രൽ ആക്സിസ് തൊട്ട് ഏത് ഏരിയ ആണോ നമ്മളിപ്പോ എടുത്തത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെ. സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ നേരെ സെന്റർ വരും. അപ്പം മൊത്തം ഇത് 350 ആണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എത്ര വരും? 350 ഇവിടുത്തെ 20 കുറച്ചാൽ 310. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ എത്ര ആയിരിക്കും? 155 ആയിരിക്കും അല്ലേ? സോറി, 155 അല്ല, 350ന്റെ പകുതി. ദാറ്റ് ഈസ് 350ന്റെ പകുതി അല്ല, 310 ആയിരിക്കും ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളത്. അപ്പൊ 310. അപ്പൊ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഇവിടെ വരെ എത്ര കാണും? 310ന്റെ പകുതി 155. അപ്പൊ ഇവിടെ തൊട്ട് സെന്റർ വരെയോ 20ന്റെ പകുതി 10. അപ്പൊ 155ഉം 10ഉം 165 അതല്ലേ നമുക്ക് വേണ്ടത്? ഇവിടെ തൊട്ട് ന്യൂട്രൽ ആക്സിസ് തൊട്ട് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ഡിസ്റ്റൻസ് ആണ്. കാരണം ഈ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെ 310ന്റെ പകുതിയാണ്, ദാറ്റ് ഈസ് 155. ഇവിടുന്ന് ഇവിടെ വരെ 10 mm, കാരണം മൊത്തം 20 ആണ്. അപ്പൊ 155 + 10 165. സോ 165 ഡിവൈഡഡ് ബൈ IB. അത് നമുക്ക് ഇവിടെ കിട്ടി 188375833.4 ഇൻറ്റു B. അതായത് ഈ ലെയർ ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ട്, ഈ ഫ്ലാഞ്ചിന്റെ ലെയർ എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഫ്ലാഞ്ച് ലെയർ 150 ആയിരിക്കും ഇൻറ്റു 150. ആൻസർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ എത്ര കിട്ടും? 0.7007 എന്ന് കിട്ടും, Nm/mm². അതായത് ആ പോയിന്റിലെ ഷിയർ സ്ട്രെസ് കിട്ടി. സോ അത് കിട്ടി. ദെൻ അടുത്തത് സെക്കൻഡ് വൺ, ടോ അറ്റ് ദി ജംഗ്ഷൻ ഏതൊക്കെ തമ്മിലാ? ബിറ്റ്വീൻ ടോപ്പ് ഫ്ലാഞ്ച് ആൻഡ് വെബും ടോപ്പ് ഫ്ലാഞ്ചും തമ്മിൽ, അതായത് ഈ പോയിന്റ് 3, അതായത് ഈ മേളത്തെ ടോപ്പ് ഫ്ലാഞ്ചും ഈ വെബും തമ്മിലുള്ള ജംഗ്ഷൻ. അതായത് ടോ ഇസ് ഈക്വൽ ടു FAY ബാർ ഡിവൈഡഡ് ബൈ IB ഇസ് ഈക്വൽ ടു ഫോഴ്സ് എത്ര തന്നെ? 40 തന്നെ, 40 × 10⁻³ ഏരിയ. ഇതിന് മുകളിലോട്ടുള്ള ഏരിയ തന്നെ സെയിം ഏരിയ അല്ലേ? ഈ 3 എന്ന് പറയുന്ന ലെയർ ഏതാ? ഇത്രയും ഉണ്ട് 3 എന്ന് പറയുന്നത്. അതായത് ജംഗ്ഷനാ. ജംഗ്ഷൻ വരുമ്പം ഈ വെബിന്റെയും ഫ്ലാഞ്ചിന്റെയും തമ്മിലുള്ള ജംഗ്ഷനാ, അത് ഇത്രേ ഉള്ളൂ. പിന്നെ മുകളിലോട്ടുള്ള കംപ്ലീറ്റ് ഏരിയ എടുക്കുക. കംപ്ലീറ്റ് ഏരിയ ഈ ഏരിയ തന്നെ, അതായത് മുമ്പേ കണ്ട 20 × 150 തന്നെ ഇൻറ്റു y ബാർ. y ബാർ എന്ന് പറഞ്ഞാൽ ആ ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ന്യൂട്രൽ വരെ, അതും 165 തന്നെ, സംശയമൊന്നുമില്ല. ഡിവൈഡ് ബൈ ഐയും സെയിം തന്നെ, അതായത് 188375833.4 ഇൻറ്റു ദെൻ ബി എന്ന് പറയുമ്പോൾ ഓർക്കണം ഇത്രയും ലെയർ ഇല്ല, കാരണം ജംഗ്ഷനാ. അതുകൊണ്ട് തന്നെ ജംഗ്ഷൻ ഇത്രേ ഉള്ളൂ ജംഗ്ഷൻ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ടോപ്പ് ഫ്ലാഞ്ചും ഈ വെബും തമ്മിലുള്ള ജംഗ്ഷൻ വരുന്നത് ഇത്രേ ഉള്ളൂ, ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ലെയർ എടുത്താൽ അത് തന്നെയാണ് ഈ വെബിന്റെ തിക്നെസ് തന്നെ എടുത്താൽ മതി. സോ ഇൻറ്റു 10 എന്ന് വരും. സോ ആൻസർ വിൽ ബി 10.51 Nm/mm² എന്ന് കിട്ടി. ദെൻ അടുത്തത് തേർഡ് വൺ എന്താണ്? ടോ. എവിടുത്തെ ടോ? ടോ അറ്റ് ദി ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് കാണുമ്പോൾ നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു FAY ബാർ ഡിവൈഡ് ബൈ IB ആണ്. അപ്പോൾ F നമുക്കറിയാം, A അറിയാം, y ബാർ കണ്ടുപിടിക്കണം. y ബാർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഈ ന്യൂട്രൽ ആക്സിൽ കാണുമ്പോൾ ഇതിന് മുകളിലോട്ടുള്ള 2 ഏരിയ ഉണ്ട്, ഇതുണ്ട്. അപ്പൊ AY ബാർ എന്ന് പറയുന്നത് ഓർത്തോണം, AY ബാർ എന്ന് പറയുന്നത് ഈ 2 ഏരിയ മൂലമുള്ള AY ബാറും ഉണ്ട്. സോ A1 y1 ബാർ പ്ലസ് A2 y2 ബാർ ആയിരിക്കും. അപ്പൊ മേളത്തിന്റെ ഏരിയ നോക്കാം. അപ്പം ഇത്ര ഓർത്താൽ മതി, ഈ ന്യൂട്രൽ ആക്സിസിന് മുകളിലോട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പൊ ന്യൂട്രൽ ആക്സിന് മുകളിലോട്ട് 2 ഏരിയ ഉണ്ട്, ഒന്ന് മേളത്തെ ഫ്ലാഞ്ചും ഉണ്ട്, ഈ വെബും ഉണ്ട്. അപ്പൊ നമുക്ക് ചുമ്മാ AY ബാർ എന്ന് പറഞ്ഞ് എടുക്കാനായിട്ട് പറ്റത്തില്ല, കാരണം സിമെട്രിക് അല്ലോ, 2 ഏരിയ ഉള്ളതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടിന്റെയും, ഇതിന്റെ AY ബാർ ഇതിന്റെ AY ബാർ, ആദ്യം ഇതിന്റെ AY ബാർ, ഇതിന്റെ ഏരിയ എത്ര? 150 × 20 y ബാർ എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് ഈ ന്യൂട്രൽ ആക്സിസ് തൊട്ട് ഇവിടെ വരെയുള്ള, അതായത് 155 165 പ്ലസ് ഇതിന്റെ താഴത്തേന്റെ എടുക്കുക. ഇത്രയും ഡിസ്റ്റൻസ് എത്ര വരും? 310ന്റെ പകുതി, അതായത് ഏരിയ വരുമ്പം ഈ വെബിന്റെ ഇത്ര ഏരിയ. സോ ഏരിയ എന്ന് പറയുമ്പോൾ 10 × 10 ആണ് തിക്നെസ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 310ന്റെ പകുതി 155. അപ്പൊ A കിട്ടി. ഇനി y ബാർ വേണം, അതായത് ഇത് തൊട്ട് ഇതിന്റെ സെന്റർ വരും, അതായത് 155ന്റെ പകുതി ഇൻറ്റു 155 ഡിവൈഡ് ബൈ 2. അതൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആ വാല്യൂ വേണം എടുത്ത് ഇവിടെ കൊടുക്കാൻ, ഈ AY ബാറിന്റെ സ്ഥാനത്ത് കൊടുക്കാൻ.
ഓക്കെ, ദെൻ ബാക്കിയെല്ലാം അതുപോലെ ചെയ്യുക. ടോ ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു 10⁻³ 10⁻³ ഇൻറ്റു എ വൈ ബാർ ഇവിടെ വാല്യൂ കിട്ടും. ആ എ വൈ ബാറിന്റെ വാല്യൂ കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഐ ബി. ഐയുടെ വാല്യൂ നമുക്കറിയാം 188375833.4 ഇൻറ്റു ബി. ബി എന്ന് പറയാൻ അറിയാലോ, ബേസ് ന്യൂട്രൽ ആക്സിസിന്റെ വിട്ടാണ്. ന്യൂട്രൽ ആക്സിലാണ് നമ്മൾ കാണുന്നത് ഷിയർ ഫോഴ്സ്, സോ ഷിയർ സ്ട്രെസ്. സോ ഈ ന്യൂട്രൽ ആക്സിസിന്റെ വിട്ട് നോക്കുക. ന്യൂട്രൽ ആക്സ് പറഞ്ഞാൽ ഈ ബി ഇതിലല്ലേ, വെബിലല്ലേ, അപ്പൊ ഇത്രയും വിട്ടല്ലേ കാണത്തുള്ളൂ ന്യൂട്രൽ ആക്സിന്. അപ്പം അത് തന്നെ 10 വെബിന്റെ ഇസ് ഈക്വൽ ടു 13.08 Nm/mm² എന്ന് കിട്ടും. അപ്പൊ എന്തും കിട്ടി, നമുക്ക് അതും കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? 1 കിട്ടി 0, 2, 3, 4 കിട്ടി. സിമ്മട്രിക് ആയതുകൊണ്ട് തന്നെ 5ഉം 3ഉം സെയിം ആയിരിക്കും, 6ഉം ഇതും സെയിം ആയിരിക്കും. അപ്പൊ അത് നമുക്ക് വേണം എഴുതിയേക്കാം. അതായത് 5 ഏതാ, ടോ അറ്റ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ദി ബോട്ടം ഫ്ലാഞ്ച് ആൻഡ് ദി വെബ്. അത് എന്ത് തന്നെ ആയിരിക്കും, മേളത്തിന്റെ 3 തന്നെ ആയിരിക്കും 5ഉം. 3 നമുക്ക് കിട്ടി എത്രയായിരുന്നു? 1, 2, ഇത് 3 ആയിരുന്നേ, 3, ഇത് 4. അപ്പോൾ 5ഉം 3ഉം സെയിം ആണ്, അതായത് 10.51 തന്നെ ആയിരിക്കും. 6ഉം ഏത് സെയിം ആയിരിക്കും, 6ഉം ഈ 2ഉം സെയിം ആയിരിക്കും. അതായത് 2 കിട്ടിയ എത്രയായിരുന്നു? 0.7007 Nm/mm². 7ലേത് 0 ആയിരിക്കും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതിയെങ്കിലും നിങ്ങൾ എഴുതണം കേട്ടോ. 5 എന്ന് പറഞ്ഞാൽ ടോ അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദി ബോട്ടം ഫ്ലാഞ്ച് ആൻഡ് ദി വെബ്. 6 ടോ അറ്റ് ദി ടോപ്പ് ഓഫ് ദി ബോട്ടം ഫ്ലാഞ്ച്, അങ്ങനെ എഴുതണം. സോ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി ആണല്ലോ. ഇത്രയും വാല്യൂസ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടി? ടോ 1 കിട്ടി 0, ടോയിന്റെ 2 കിട്ടി 0.7007, ടോ 3 കിട്ടി നമുക്ക് 10.51, അതുപോലെ തന്നെ ടോ 4 കിട്ടി ന്യൂട്രൽ ആക്സിലെ 13.08, ടോ 5ഉം ടോ 3ഉം സെയിം ആയിരിക്കും 10.51, ടോ 6ഉം ടോ 2ഉം സെയിം ആയിരിക്കും 0.7007, ടോ 7ഉം 0 ആയിരിക്കും. ഇപ്പൊ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇതിന് യൂണിറ്റ് ഉണ്ട്, Nm/mm². താഴോട്ട് യൂണിറ്റ് കൊടുക്കാം. സോ ഇയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ അതുപോലെ അങ്ങ് വരയ്ക്കുക. തന്നിരിക്കുന്ന ഫിഗർ അതുപോലെ എടുത്ത് വരയ്ക്കുക. വരച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിരിക്കുക. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കുന്നത്. സോ ആ തന്നിരിക്കുന്ന ആ ഫിഗറിന്റെ ഹൈറ്റിന് അത്രയും ഡെപ്തിന് അത്രയും ഉള്ള ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. തന്നിരിക്കുന്ന ഫിഗർ അതിന്റെ ഡെപ്ത് എത്രയാണോ, അതായത് എത്ര ഡെപ്ത്, 350 ആയിരുന്നു. സോ 350 mm ഒരു വെർട്ടിക്കൽ ലൈൻ. ആദ്യം ഈ ഫിഗർ നമ്മുടെ തന്നിരിക്കുന്ന ഫിഗർ അങ്ങ് വരയ്ക്കുക. ഐസെക്ഷൻ ആണ് ഐസെക്ഷൻ വരയ്ക്കുക. അതിനുശേഷം അത്രയും വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ആ വെബിന്റെ തിക്നെസ് ഇവിടെ, അപ്പം ഇത് ഇത്രയും ഫ്ലാഞ്ചിന്റെ തിക്നെസ് താഴത്തെ വെബിന്റെ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് പോയിന്റ് മാർക്ക് ചെയ്യുക. ആദ്യം 0 ആണ്, ഇത് 1 ആണ് ആണല്ലോ, 0 ആണ്. 2 എത്രയാണ്, 0.7007 ആണ്. സോ ഇതാണ് 2 വരുന്ന പോയിന്റ്. അത്ര ഇവിടെ അല്ലേ 2, ഇത് 1, ഇത് 2, ഇത് 3, ന്യൂട്രൽ ആക്സിസ് സെന്ററിൽ. സോ 4, 5, 6, 7. സോ 2 വരുന്ന അതേ ലൈനിൽ തന്നെ 2, ഇത് 2 എത്ര വന്നിരിക്കുന്നത്, 0.7007. സോ 0.7007 ഇവിടെ അടയാളപ്പെടുത്തുക. ഇതൊരു ആർക്ക് വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു പരാബോള വരയ്ക്കുക. ദിസ് പോയിന്റ് ഈസ് 0.7007 Nm/mm². ദെൻ മൂന്നാമത്തെ വാല്യൂ എത്ര, 10.51. അതും 3ഉം 2ഉം ഇവിടെ തന്നെ ഒരേ ലൈനിൽ തന്നെ ഉണ്ടോ, 2ഉം 3ഉം ഒരേ ലൈനിൽ തന്നെ. സോ ഇവിടെ തന്നെ 10.51 അവിടെ തന്നെ വരിക, ഈ പോയിന്റ് തന്നെ 10.51 ഇവിടെ വരും. 10.51 Nm/mm² ആണല്ലോ. ഇത് സ്ട്രേറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. 10.51. ദെൻ അടുത്തത് 4, 13.08. 4 ഇവിടെ വരുന്നത് ഇവിടെ, അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ വരും. 4 നോക്കും ഇവിടെ. സോ വാല്യൂ നോക്കുക, 13.08. അപ്പൊ 10 ഇവിടെ വരും. അപ്പൊ 13 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും, ഇവിടെ ആയിട്ട് വരും 13.08 Nm/mm². ഇതെന്ത് വരിക, ഇത് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കരുത്, ഇതും പരാബോള കേർവ് തന്നെ വരയ്ക്കുക. കേർവ് വരയ്ക്കണേ, ഒരു കേർവ് തന്നെ വരയ്ക്കുക, ഒരു കേർവ് അവിടെയും വരയ്ക്കുക. ദെൻ അടുത്തത് 5 നോക്കുക, 10.51. 5ന്റെ പോയിന്റ് ഇവിടെ ആണ്. സോ അവിടെ തന്നെ വരയ്ക്കുക. 10.51 ഏകദേശം ഇവിടെ വരും. ഈ 10.5ന്റെ നേരെ താഴെ തന്നെ വരും. 10.1 പോയിന്റ് സെയിം അല്ലേ. ഇവിടുന്ന് എന്ത് വരയ്ക്കുക, ഒരു കേർവ് വരയ്ക്കുക. 10.51 Nm/mm².
അടുത്ത പോയിന്റ് നോക്കുക, 6 നോക്കുക. 6 അവിടെ തന്നെ സെയിം ലൈനാ. സോ അവിടെ തന്നെ എന്ത് വരിക, 0.0071 വരിക. അതായത് അവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ. ഇത് എത്രയാണ്? 0.7007 ന്യൂട്ടൺ പെർ mm². ദെൻ 7ലേത് 0. ഈ 7 ഇവിടെ ആണ്. സോ ഇവിടെ തന്നെ 0. സോ ഇതും എന്തായിരിക്കും? ഒരു കെയറോയിട്ട് തന്നെ ആയിരിക്കാം. സോ ദിസ് ഈസ് ദി ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഇതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. വരച്ചത് മനസ്സിലായല്ലോ? ആദ്യം ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അതിനുശേഷം കിട്ടിയ വാല്യൂ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക, അതിനുശേഷം ജോയിൻ ചെയ്യുക. ഇപ്പൊ 2ഉം 3യും സെയിം ലൈനിൽ തന്നെയാണ്, സെയിം ലെയർ ആകണ്ടോ. അതുകൊണ്ട് 2ഉം 3 ഇവിടെ തന്നെ വന്നു. ഇത് 1 2 3 4 5 6 and 7. 2ഉം 3യും സെയിം ആണ്. സോ 2ഉം 3യും സെയിം ലൈൻ തന്നെ വന്നു. 0.007 ആണ് ഇതിന്റെ വാല്യൂ. ഇത് 10.5 ആണ്. അത് ഗ്രാഫായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ദെൻ തമ്മിൽ ജോയിൻ ചെയ്യുക. വെർട്ടിക്കൽ രണ്ട് വെർട്ടിക്കൽ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാൻ കർവ് യൂസ് ചെയ്യുക. ഹൊറിസോണ്ടൽ പോയിന്റ് തമ്മിൽ നേരെ ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് മാർക്ക് ചെയ്യുക. മനസ്സിലായി? ഇതെല്ലാം കർവ് ആണേ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. ഇത് കർവ് തന്നെ വരയ്ക്കുക ഇങ്ങനെ. ഓക്കെ, ദിസ് ഈസ് ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഓക്കെ.